ഒരുമിച്ച് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ 7 മൊഴികളെ കുറിച്ചാണ്. 7 മൊഴികൾ നമുക്കറിയാം. യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ 7 മൊഴികൾ. അത് 7 വിശദമായിട്ട് പഠിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. എങ്കിലും അതൊന്ന് ധ്യാനിച്ച് പെട്ടെന്ന് കടന്നു പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം അത് 7 എണ്ണവും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 7 എണ്ണം പറയാമെന്ന് ധൈര്യം ഉറപ്പുണ്ടോ? നമ്മളത് ഇങ്ങനെ ഒന്ന് പഠിക്കുമ്പം ആ 7 മൊഴികൾ നമുക്കൊന്ന് മനപ്പാഠമാക്കാം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചു 10 കൽപ്പന പറയാമോ എന്ന് ചോദിച്ചു. പുള്ളി പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് എത്ര പറയാൻ പറ്റും? നമുക്ക് പലപ്പോഴും അങ്ങനെ നമുക്ക് തോന്നും എനിക്ക് 10 പറയാൻ പറ്റും, എനിക്ക് 7 പറയാൻ പറ്റും. അപ്പൊ ഇന്ന് ഈ 1 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ 7 എണ്ണം അങ്ങ് മനപ്പാടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ 7 ക്രൂശിലെ 7 മൊഴികൾ. ഒന്നാമത് നമ്മൾ നോക്കിയാൽ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ യേശു ഒന്നാമത്തെ ക്രൂശിലെ മൊഴിയാണ് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് യേശു പറയുന്നത് ലൂക്കാസ് 23:42. 23:42. പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. യേശു അവനോട് ഇന്ന് നീ എന്നോട് കൂടെ പരദീസായിരിക്കും. അതാണ് രണ്ടാമത്തെ യേശുവിന്റെ വഴി. മൂന്നാമത്തെ വഴി യോഹന്നാന്റെ സുവിശേഷം 19:25. യോഹന്നാന്റെ സുവിശേഷം 19:25. അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും അതിന്റെ 26 വായിച്ചാൽ മതി. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അതാണ് യേശു മൂന്നാമത് പറയുന്നത്. നാലാമത് നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 27:46. അത് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 19:28. യേശു പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:30 സകല നിവൃത്തിയായി എന്ന് പറയുന്നു. ലൂക്കാസ് സുവിശേഷം 23:46 യേശുവിന്റെ 7ാമത്തെ മൊഴി പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ കരങ്ങളിലേക്ക് എത്തി. ഇതാണ് 7 ക്രൂശിലെ 7 മൊഴികൾ. 7 ഞാൻ പറഞ്ഞല്ലോ, വിശദമായിട്ട് 7 പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് 7 മൊഴികളിലൂടെ വേഗം നമ്മൾ കടന്നു പോവുകയാണ്. ഒന്നാമത്തെ യേശു പറയുന്നത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണം. അതൊരു പ്രാർത്ഥനയാണ്. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രാർത്ഥിച്ചാണ്. നിങ്ങൾ യേശു ശുശ്രൂഷ ആരംഭിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ യേശു യോർദാനിൽ ഇറങ്ങി യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടിട്ട് യേശു എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? യേശു പ്രാർത്ഥിച്ചു. അപ്പൊ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെയാണ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ യേശുവിന്റെ ശുശ്രൂഷയിൽ മുഴുവൻ കാണുന്നത് അതൊരു പ്രയർ ലൈഫായിരുന്നു. പ്രയർഫുൾ മിനിസ്ട്രിയാണ് യേശു ചെയ്തത്, പ്രാർത്ഥിച്ചുകൊണ്ട്. ഇന്ന് പല ആളുകൾക്കും പ്രാർത്ഥിക്കാനാണ് സമയമില്ലാത്തത്. പക്ഷേ നമ്മൾ സുവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ അറിയാം, ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി യേശുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം അവരെ വിട്ടിട്ട് യേശു മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിക്കുന്നു. തനിച്ച് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആളുകൾ വന്ന് യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഗുരു നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അത്രയും ആളുകൾ അവിടെ. അപ്പൊ യേശു പറയുന്നുണ്ട് പിതാവുമായിട്ടുള്ള കൂട്ടായ്മ, ആ പ്രാർത്ഥന, അതിനാണ് യേശു ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അപ്പം യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് മിനിസ്ട്രിയേക്കാളും പ്രാധാന്യം എന്തിനായിരുന്നു? പ്രാർത്ഥനയ്ക്കായിരുന്നു. രോഗശാന്തി നടത്തുന്നതിനേക്കാൾ പ്രാധാന്യം പ്രാർത്ഥനയ്ക്കായിരുന്നു. പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രാധാന്യം പ്രാർത്ഥനയ്ക്കായിരുന്നു. ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓരോരുത്തരും സ്വയം ചിന്തിക്കണം. പ്രസംഗിക്കുന്നതിനേക്കാളും പ്രാധാന്യം പ്രാർത്ഥിക്കുന്നതിനാണോ കൊടുക്കുന്നത്? പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശു പ്രസംഗിച്ചതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു?
പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. എവിടെ ആരംഭിക്കുന്നു? യോർദാനിൽ യേശു പരസ്യമായിട്ട് സ്നാനപ്പെടുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു. അവ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ച ശുശ്രൂഷ ഇവിടെ ഈ ക്രൂശിൽ അവൻ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച ഒരു ശുശ്രൂഷയാണ് യേശുവിന്റെ ശുശ്രൂഷ. ഇന്ന് പല ആളുകളുടെ ആധുനിക സുവിശേഷകന്മാർക്ക് അല്ലെ ആധുനിക വിശ്വാസികൾക്ക് എന്തിന് പ്രാധാന്യമില്ല? പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമില്ല. പക്ഷെ യേശുവിന് വളരെയധികം പ്രാധാന്യം യേശു പ്രാർത്ഥനയ്ക്ക് കൊടുത്തു. അതാണ് ഒന്നാമത് പ്രാർത്ഥിച്ചാരംഭിച്ച ശുശ്രൂഷയാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആളുകളോട് ചോദിച്ചാൽ ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ എന്ത് ശുശ്രൂഷ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഓടിപ്പോകാനോ ട്രാക്ട് കൊടുക്കാനോ ക്രൂസൈഡ് നടത്താനോ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റും. കട്ടിലിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് പോലും എന്ത് സാധിക്കും? പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് യേശു കൈകാലുകൾ ആണി തറച്ച് ക്രൂശിൽ നിർത്തിയിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ അത്രയും വേദന അനുഭവിക്കുന്നതോ അത്രയും ശാരീരിക അവശതയുള്ള ആളുകളോ ആരും നമ്മുടെ ഇടയിലില്ല. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ക്ഷീണമാകുന്നില്ല ഒരാൾ. അപ്പൊ യേശുവിനത്തോളം ക്ഷീണം ആർക്കുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെ പ്രാധാന്യം. യേശു 3 ആണിയിൽ ക്രൂശിൽ കിടക്കുമ്പോഴും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. അപ്പൊ യേശു ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പോയിന്റ്, ഈ പ്രാർത്ഥനയുടെ സ്കോപ്പിൽ നിന്ന് ആരും പുറത്തല്ലെന്നുള്ളതാണ്. പറയുന്നത് മനസ്സിലായോ? ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അപ്പൊ യേശു തന്റെ ശത്രുക്കൾക്ക് വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവര് പോലും ഈ പ്രാർത്ഥനയുടെ വലയത്തിന്റെ അകത്താണ്. അപ്പൊ നിന്റെ പ്രാർത്ഥനയുടെ ശക്തിക്ക് അധീനമാകാത്ത ഒന്നും ആരും ഈ പ്രപഞ്ചത്തിലില്ല. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എന്നുള്ള ഒറ്റ വിഷയമേ. യേശു നമുക്ക് മോഡൽ കാണിച്ചു തരികയാണ് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് വെറുപ്പും വിരോധവും വിദ്വേഷവും വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വെറുപ്പും വിരോധവും ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോട് എന്തു മനോഭാവമാണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് യേശു നമ്മളെ ആ ഒറ്റ വാക്യത്തിലൂടെ, ആ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുകയാണ്. തന്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ എന്തെല്ലാം ഉപദേശിച്ചോ അതിനെ യേശു ക്രൂശിൽ വെച്ച് എന്ത് ചെയ്യാണ്? തെളിയിച്ച് കാണിക്കുകയാണ്. നമുക്ക് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും. പക്ഷെ യേശു പ്രസംഗിച്ചത് മുഴുവൻ ഇപ്പോൾ ക്രൂശിൽ വന്നപ്പോൾ എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്യാണ്. അതാണ് ലോകത്തിലെ മറ്റ് നേതാക്കന്മാരും മറ്റ് മതസ്ഥാപകരും മറ്റ് ആത്മീയ ഗുരുക്കന്മാരും അവരിൽ നിന്നെല്ലാം യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം യേശു എന്തെല്ലാം പഠിപ്പിച്ചോ അതെല്ലാം ക്രൂശിൽ എന്ത് ചെയ്യാണ്? പ്രൂവ് ചെയ്യപ്പെടുകയാണ്. ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു പഠിപ്പിച്ചത്, ഇപ്പൊ യേശു പ്രാർത്ഥിക്കും. അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഒത്തിരി നേതാക്കന്മാരുണ്ട്, പക്ഷെ ഈ വേദനയുടെ സമയത്തും യേശു പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കീഴിൽ വരാത്ത ഒന്നുമില്ല, ഒരു റീജിയനും ഇല്ല, ഒരു വ്യക്തിയുമില്ല. ആർക്ക് വേണ്ടി വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 3:17 നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയും. മതി. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആണ്? നിങ്ങളുടെ അറിവില്ലായ്മയാണ്. അപ്പൊ യേശു പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശുവിന്റെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? ഇവരുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടിയാണ്. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല. അപ്പൊ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയ്ക്ക് വേണ്ടിയാണ് യേശു ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥതയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ അറിവില്ലായ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ യേശുവിന്റെ ആ പ്രാർത്ഥന നിമിത്തമാണ് പെന്തക്കോസ്ത് നാളിൽ 3000 പേര് എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നു. ഒത്തിരി പേര് പറയുന്നത് പത്രോസിന്റെ പ്രസംഗ നിമിത്തമാണ്. ഒരിക്കലുമല്ല. നമ്മളത് വളരെ പഠിക്കണം. ചില ആളുകൾ പറയും പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു, പത്രോസിന്റെ ഭയങ്കര പ്രസംഗമാണ്, അവന്റെ പ്രസംഗത്തിന്റെ സാമർത്ഥ്യം കൊണ്ടോ ഒന്നും അല്ല 3000 പേർ രക്ഷിക്കപ്പെട്ട. കാരണം ആ ജനത്തിന് വേണ്ടി ക്രൂശിൽ കിടന്ന് ആര് പ്രാർത്ഥിച്ചു? യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം.
അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതുകൊണ്ടാണ് അറിവില്ലായ്മ എന്ന വാക്ക് പത്രോസ് എടുത്തു പറയുന്നുണ്ട്. യേശു പ്രാർത്ഥിച്ചത് ഇസ്രായേൽ ജനത്തിന്റെ അറിവില്ലായ്മയ്ക്ക് വേണ്ടിയാണ്. പിതാവ് ഇവർ അറിയുന്നില്ല, അതുകൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണമേ. ആ യേശുവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പെന്തക്കോസ്ത് നാളിൽ 3000 പേർ രക്ഷിക്കപ്പെടുന്നത്. ഇനി അതിനൊരു സംശയം ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. കണ്ടോ, യേശു പറയാണ്, പിതാവേ, ഞാൻ ഈ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ പ്രസംഗം കേട്ട് എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥന ഇന്ന് ആർക്ക് വേണ്ടിയുണ്ട്? നമുക്ക് വേണ്ടി വരെ യേശു എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രൂശിൽ വെച്ച് പ്രാർത്ഥിച്ചിരിക്കുക. എത്ര ഭാഗ്യകരമായ ഒരു അനുഭവം നമുക്കുള്ളൂ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നമുക്ക് വേണ്ടി ഇപ്പം പോൾ യോഗിച്ചോ പ്രാർത്ഥിക്കുന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ വലിയ ഉണ്ടല്ലോ അങ്ങനെയുള്ള വലിയ, കഴിഞ്ഞ വർഷം നമ്മുടെ പ്രസിഡന്റിന് വേണ്ടി റിക്കു ആറൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. വലിയ സംഭവമാണ്. റിക്കു ആറിനൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഞാനതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. കാരണം എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചു? യേശു പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ യേശു അത് പറയുകയാണ്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വാക്കുകൾ നിമിത്തം എന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്ക് വേണ്ടി, എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അറ്റത്തോളം വരെ, ലോകത്തിന്റെ അവസാനം വരെ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ പെന്തക്കോസ്ത് നാളിലും യേശുവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ഈ 3000 പേര് ചെയ്യുന്നത്, രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സുവിശേഷം പറഞ്ഞ ആരും രക്ഷിക്കപ്പെട്ടാലും അത് നമ്മുടെ യോഗ്യതയോ നമ്മുടെ ശ്രേഷ്ഠതയോ അല്ല, അത് യേശു ക്രൂശിൽ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ്. എത്ര പേർ അങ്ങനെ യേശുവിന് മഹത്വം കൊടുക്കും? ഒത്തിരി പേര് പറയുന്നത് എന്റെ ആത്മീയ ശക്തി കൊണ്ടും എന്റെ പ്രസംഗത്തിന്റെ ചാതുര്യം കൊണ്ടും ആളുകൾ രക്ഷിക്കപ്പെടുന്നു. ഒരിക്കലുമില്ല, യേശു പ്രാർത്ഥിച്ചത് കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞത് ഈ ഒന്നാമത്തെ ക്രൂശിലെ മൊഴി ഒരു പ്രാർത്ഥനയായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവൻ അറിയുന്നില്ലല്ലോ, ഇവരോട് ക്ഷമിക്കണമേ. നമുക്ക് സംഖ്യാപുസ്തകം 15-ാം അധ്യായം 22 മുതൽ ഒന്ന് വായിച്ച്. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 22 മുതൽ. തലമുറ തലമുറയായി യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നെങ്കിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റ് ചെയ്താൽ, അറിയാതെ കണ്ട് അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാലത്തിനാമേയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊണ്ടിനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗത്തോടും പാനീയയാഗത്തോടും കൂടി യഹോവയ്ക്ക് സൗരഭ്യവാസിയായി അർപ്പിക്കണം. താഴെ വായിക്കുമ്പം ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവരോട് ക്ഷമിക്കപ്പെടും. ഏതാണ് ക്ഷമിക്കപ്പെടുന്നത്? അവിടെ അബദ്ധവശാൽ, അറിവില്ലായ്മ നിമിത്തം. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് യേശു പ്രാർത്ഥിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പുരോഹിതൻ സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, ഈ സഭ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ, ഒരു കാളയെ യാഗം കഴിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അത് ക്ഷമിക്കപ്പെടും. അപ്പൊ യേശു തന്നെ ഇവിടെ എന്ത് ആകുകയാണ്? യാഗമാകുകയാണ്. എന്നിട്ട് ഈ പിതാവിനോട് യേശു പറയുകയാണ്, പിതാവേ, ഇവർ എന്താണ്? ഇവർ അറിവില്ലായ്മ നിമിത്തമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സംഖ്യാപുസ്തകം 15-22 ക്രമപ്രകാരം ഈ യാഗത്തെ സ്വീകരിക്കുമ്പോൾ നീ ഇവരുടെ പാപത്തെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എന്നിട്ട് യാഗമാണ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ കാൽവരിയിൽ യാഗം നടന്നു എന്ന് പറഞ്ഞാൽ യാഗം നടന്നത് സ്ക്രിപ്ചറലായിട്ടാണ്, തിരുവെഴുത്തുകളിൽ പ്രകാരമുള്ള യാഗമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് യേശു അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്, അതൊരു യാഗമായിരുന്നു. അതുകൊണ്ടാണ് യേശു അങ്ങനെ പ്രാർത്ഥിച്ചത്. യേശു അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാരണം. രണ്ടാമത്, അതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. യെശയ്യാ പ്രവചനം 53:12 വായിക്കാം. യെശയ്യാ പ്രവചനം 53:12. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുത്തു, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാവം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട്. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഇവനിപ്പോൾ യേശു എന്ത് ചെയ്യാണ്? അതിക്രമക്കാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് കൊരിന്ത്യർ 15 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അപ്പൊ യേശു എങ്ങനെയാ മരിച്ചത്? യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കുകയായിരുന്നു, അല്ല ചുമ്മാ അങ്ങ് മരിക്കുകയല്ലായിരുന്നു.
അതുകൊണ്ട് പഴയ നിയമത്തിൽ എന്തെല്ലാം അവന്റെ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ അവന്റെ മരണത്തിൽ അവൻ എന്ത് ചെയ്യാണ്? ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യശയ്യാപ്രവചനം 53 എഴുതിയിരിക്കുന്നു, അവൻ അതിക്രമക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇടിവിൽ നിൽക്കുന്നു. അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാണ് യേശു പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത് യേശു അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ കാരണം അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമതായിട്ട് യേശു ജനത്തോട് താതാത്മ്യപ്പെടുകയാണ്. യേശു എന്ത് ചെയ്യാണ്? ജനത്തോട് താതാത്മ്യപ്പെടുകയാണ്. മലയാളം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഐഡന്റിഫൈ ചെയ്യുകയാണ് പീപ്പിളുമായിട്ട്. ജനത്തോട് എന്താണ്? ഐഡന്റിഫൈ, താതാത്മ്യപ്പെടുകയാണ്. കാരണം അവൻ ആർക്ക് വേണ്ടിയാണ് അവൻ മരിക്കുന്നത്? അവൻ മനുഷ്യർക്ക് വേണ്ടി മരിക്കുകയാണ്. അതുകൊണ്ട് അവൻ പൂർണ്ണമായിട്ടും എന്തായി തീരണം? അവൻ മനുഷ്യന്റെ പക്ഷത്ത്, മനുഷ്യന്റെ ഭാഗത്തായി തീരണം. നിങ്ങൾക്കറിയാവോ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരിക്കലും യേശു ക്ഷമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല? ഇത് പ്രസംഗമല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ യേശു ക്ഷമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടില്ല? പ്രാർത്ഥിച്ചിട്ടില്ല. യേശു എല്ലാവർക്കും അങ്ങ് ക്ഷമ കൊടുക്കുക അല്ലേ? തളവാദ രോഗിയെ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അങ്ങനെയല്ല യേശു ചെയ്തത്. യേശു വന്നപ്പം മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അങ്ങനെ പറയല്ലേ യേശു? അതോ പിതാവേ ഈ പാവപ്പെട്ടവന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു? യേശുവാണ് സ്വർഗീയ അധികാരത്തെ എക്സർസൈസ് ചെയ്ത് എല്ലാവർക്കും പാപക്ഷമ കൊടുക്കുക ഈ 3.5 വർഷവും. പക്ഷെ ഇപ്പൊ ക്രൂശിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു ഇവർക്ക് എന്ത് ചെയ്തില്ല? പാപക്ഷമ കൊടുക്കുന്നില്ല. പകരം അവരുടെ പാപം ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുക. കാരണം അവൻ അവിടെ വെച്ച് 100% മനുഷ്യനാകുക. മനസ്സിലായോ? ആ യാഗം പെർഫെക്റ്റ് ആകാൻ വേണ്ടി യേശു 100% മനുഷ്യനാകുകയാണ്. കാരണം അവന്റെ എല്ലാ സ്വർഗീയ അധികാരങ്ങളെയും അവൻ ക്രൂശിൽ വെച്ച് താഴോട്ട് കളഞ്ഞിട്ട് അവനൊരു വെറും 100% കേവലം മനുഷ്യനായിട്ട് അവൻ നിലവിളിക്കുകയാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണം. മനുഷ്യന് വേണ്ടി, മനുഷ്യന്റെ പുരോഹിതനായി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവൻ പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോൾ അങ്ങനെയല്ലായിരുന്നു. മകനെ നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു. അപ്പൊ യഹൂദന്മാർ വെച്ചു പാവങ്ങൾ മോചിക്കാൻ അതാണ് എളുപ്പം, എഴുന്നിട്ട് കിടക്കെടുത്ത് നടക്ക്. അങ്ങനെ അധികാരം എക്സർസൈസ് ചെയ്തുകൊണ്ട് യേശു ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ വേറൊരു പിക്ചർ നമ്മൾ കാണുന്നു. അവിടെ വെച്ച് യേശു പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചതിന്റെ കാരണം ഞാൻ പറയുന്നില്ല, 3 കാരണം പറഞ്ഞു. 4ാമത്തെ കാരണം മനുഷ്യ മനസ്സിന്റെ അന്ധതയെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ മനസ്സ് എത്ര അന്ധമാണ്. കാരണം പൗലോസ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടായി. The God of this world has blinded the minds of unbelievers. അപ്പോൾ അവിശ്വാസികളുടെ മനസ്സെല്ലാം കുരുടാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. അത് പൗലോസ് പിന്നെ പറയുന്നുണ്ട്, തേജസ്സിന്റെ കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പൊ നമ്മൾ യേശു പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അന്ധതയെ നമ്മെ മനസ്സിലാക്കി തരിക. നമ്മളും ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും നമ്മൾ എത്രമാത്രം അന്ധരാണ്. നമ്മൾ കാണേണ്ടതെല്ലാം കാണുന്നുണ്ടോ? നമ്മൾ ഗ്രഹിക്കേണ്ടതെല്ലാം ഗ്രഹിക്കുന്നുണ്ടോ? അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെയും കാതുകൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെയും ഹൃദയം തടിച്ചു പോയി എന്ന് പ്രവാചകൻ പറയുന്നത്. നമ്മളും പലപ്പോഴും ഇതൊക്കെ പ്രസംഗം കേൾക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മളും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ബൈബിൾ ക്ലാസ്സും കേൾക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുന്നില്ല. നമുക്ക് അന്ധത എന്തുമാത്രം ഉണ്ടെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഹൃദയം ടെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും. പിന്നെ അവന്റെ തന്നെ പഠിപ്പിക്കലിന്റെ ഉദാഹരണമാണ് 5ാമത്തെ പോയിന്റ്. അതാണ്, അവൻ തന്നെ പഠിപ്പിച്ചു. കാരണം ആ ക്ഷമ ശത്രുക്കളോട് ക്ഷമിക്കുകയും, പക്ഷെ അവൻ അത് കാണിക്കുകയാണ്, പ്രാർത്ഥിച്ചു കാണിക്കുകയാണ്. ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം, ഇപ്പൊ ചില ആത്മീയ ഗുരുക്കന്മാര്, ഇപ്പൊ ഇന്ത്യ എന്നുള്ള ചില ഗുരുക്കന്മാർ അമേരിക്ക, ഇപ്പൊ ന്യൂയോർക്കിൽ ഇന്ത്യ എന്നുള്ള ഒരു ഗുരു വന്നിട്ട് അവിടെയുള്ളവരെല്ലാം കെട്ടിപ്പിടിച്ചു. അപ്പം മദാമ്മമാർക്കും സാഹിബന്മാർക്കും എല്ലാം കുളിരി കോരി അവരെല്ലാം പറഞ്ഞു, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം, ഇതുപോലൊരു സ്നേഹം ഞങ്ങൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ ഫ്ലൈ ചെയ്ത് JFK എയർപോർട്ടിൽ ഇറങ്ങുന്നു, ന്യൂയോർക്ക് മേയർ അടക്കം സ്വീകരിക്കാൻ നിൽക്കുന്നു, ഗ്രീൻ ചാനലിൽ കൂടെ റെഡ് കാർപ്പറ്റ് വെൽക്കമാണ്, അവർക്ക് സെക്യൂരിറ്റിയിലൊന്നുമില്ല, അവരിഞ്ഞിട്ട് ഇറങ്ങുന്നത് ആദ്യം കാണുന്ന മേയറെ കെട്ടിപ്പിടിക്കുന്നു, ബ്ലൂംബർഗ് കുളിരി കൊള്ളുന്നു, അപ്പൊ അപ്പുറം കെട്ടിപ്പിടിക്കുന്നു, ഇപ്പുറം കെട്ടി. ഞാൻ ന്യൂയോർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ ഒത്തിരി പേരെ കെട്ടിപ്പിടിച്ചു. പിന്നെ ക്യൂ ആയിട്ട് ആളുകൾ വരുന്നു, അവരെല്ലാം എന്ത് ചെയ്തു? അപ്പൊ അതാണ് സ്നേഹം ലോകം പറയുന്നത്. അവരെ പൂർണ്ണമായി നഗ്നമാക്കി ദേഹം മുഴുവൻ അടിച്ചുടച്ച് ഒന്ന് പറയാ 39 അടി റോമൻ ചമ്മട്ടിക്ക് കൊടുത്ത് പരിഹസിച്ച് മുഖത്ത് തുപ്പി ഒരു മരക്കൊമ്പയിൽ അടിച്ചു വെക്കണം. അപ്പൊ അവർ ഹഗ് ചെയ്യുമ്പോ പുഞ്ചിരിക്കുമെന്നറിയാം. അവിടെ റിയൽ ടെസ്റ്റ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സ്വർണം കൊണ്ടുള്ള സിംഹാസനവും രാജാക്കന്മാർ മുട്ടുകുത്തി നിൽക്കുകയും ചെയ്യുമ്പോൾ ആർക്കും സ്നേഹിക്കാൻ പറ്റും? നല്ല സ്നേഹം.
ശരിക്കുള്ള സ്നേഹം യേശു ക്രൂശിൽ കാണിക്കുക. അടിച്ചുടക്കപ്പെട്ടു, തകർക്കപ്പെട്ടു, ക്രൂശിൽ മരിക്കും. പല വിശ്വാസികളും പല സുവിശേഷന്മാരും പോലും പറയുന്നുണ്ട് അതല്ലേ സ്നേഹം. ഇന്ന് ആളുകളെല്ലാം ബ്ലൈൻഡഡാണ്, അന്ധമായി പോയി. നമ്മുടെ യേശുവിന്റെ സ്നേഹം എത്ര ആഴത്തിലുള്ള സ്നേഹമാണെന്ന് നമ്മുടെ ആളുകൾക്ക്, എനിക്കത് വലിയ സങ്കടമുണ്ട്, നമ്മുടെ ആളുകൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ആ യേശുവിന്റെ സ്നേഹവും മറ്റേ ഇപ്പൊ ലോകത്ത് കാണിക്കുന്ന ആ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമ്മൾ ധൈര്യമായിട്ട് പറയണം. യേശുവിന്റെ പോലത്തെ ആ ഒരു കഷ്ടതയിലൂടെ ഈ ഇന്നത്തെ ലോകത്തിലെ സ്നേഹിക്കുന്ന ആത്മീയ നേതാക്കന്മാരെ കടത്തിവിടട്ടെ. എന്നിട്ട് അവർ എത്രമാത്രം സ്നേഹിക്കുമെന്നും അവർ എത്രമാത്രം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ലോകത്തിന് നന്മ വരാൻ ആഗ്രഹിക്കുമെന്നും നമുക്കറിയാം. അപ്പൊ അവര് പറയും ഈയിടെ ഇന്ത്യ പരീക്ഷിച്ച പുതിയ മിസൈൽ ഇങ്ങോട്ട് ഞാൻ കത്തിച്ചങ്ങ് വിട്ടേക്കാന്ന് പറയും. ഈ ലോകം മുഴുവൻ നശിച്ചു പോട്ടെ. നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രൂശിൽ കടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആറാമതായിട്ട് മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായിരിക്കുന്ന ആവശ്യം എന്താണെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. ഗ്രേറ്റ് ആൻഡ് പ്രൈമറി നീഡ് ഓഫ് മെൻ, ഓൾ മെൻ കൈൻഡ്, അതെന്താണ്? പാപക്ഷമയാണ്. ന്യൂയോർക്കിൽ ഒരു ഡോക്ടർ പറഞ്ഞത്, ഈ ഇവരുടെ പാപം ക്ഷമിക്കപ്പെട്ടെന്ന് ഒരു ഉറപ്പ് കിട്ടാമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന 70% പേർക്ക് ഇന്ന് വീട്ടിൽ പോകാം. അപ്പൊ പാപക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി പേര് രോഗികളായിരിക്കും. ഒരു മെഡിക്കൽ ഡോക്ടർ ഞാൻ പത്രത്തിൽ വായിച്ചത്, ലോകത്ത് മനുഷ്യന്റെ എല്ലാ ആവശ്യം എന്താണ്? പാപം ക്ഷമിച്ച് കിട്ടുക എന്നുള്ളതാണ്. യേശുവിന്റെ സ്നേഹത്തിന്റെ വിജയത്തെ നമ്മളിവിടെ കാണുന്നു. ഇതാണ് നമ്മൾ പഠിക്കുന്ന യേശുവിന്റെ പ്രാർത്ഥന. പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. ഒന്നാമത്തെ മൊഴി അതാണ്. രണ്ടാമത് യേശു പ്രാർത്ഥിക്കുന്നത്, അല്ല, രണ്ടാമത്തെ യേശുവിന്റെ മൊഴി കള്ളനോട് പറയുന്നതാണ്, ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസന്ധിക്കും. ഒന്നാമത് ക്ഷമയുടെ വാക്കായിരുന്നു, രണ്ടാമത് രക്ഷയുടെ വാക്കാണ്, സാൽവേഷനാണ്. സുവിശേഷം മുഴുവൻ ഈ 7 മൊഴികളിൽ യേശു പ്രഖ്യാപിക്കുന്നുണ്ട്. 7 മൊഴികൾ. വീഡിയോ എടുക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു കൊതുക് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പം കള്ളനോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷയായിരിക്കും. അപ്പൊ എത്ര ഉറപ്പായിട്ടാണ് പറയുന്നത്. രാവിലെ കള്ളൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ എന്ത് മാത്രമേ പ്രതീക്ഷയുള്ളൂ? ഭീകരമായ ഒരു മരണവും അതിനുശേഷം ഒരു നരകവും മാത്രം പ്രതീക്ഷിച്ചാൽ വരുന്നത്. അപ്പൊ സാൽവേഷൻ എത്ര എളുപ്പമാണെന്നുള്ളത്, എത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളെ മാറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്ന ക്രമേണ 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 മാറി 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 അങ്ങനെയൊന്നുമല്ല. കണ്ടുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അത് യേശു വരുമ്പോൾ നിത്യമായിട്ട് സംഭവിക്കും. അതേ വചനത്തിന് താൽക്കാലികമായിട്ട് എന്തുണ്ട്? നിവൃത്തിയുണ്ട്. നിത്യനിവൃത്തി കൂടാതെ താൽക്കാലികമായിട്ട് നിവൃത്തിയുണ്ട്. അപ്പൊ കണ്ടുവെക്കുന്നതിനിടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, ഈ കള്ളൻ ഈ കുഴിച്ച കടന്നുകൊണ്ട് ആദ്യം ദുഷിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ കള്ളൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ബോർഡ് വായിച്ചാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ആരാ എഴുതി വെച്ച? പീലാത്തോസ് എഴുതി വെച്ച ബോർഡാണ്. അപ്പൊ പീലാത്തോസ് എഴുതി വെച്ച ബോർഡ് വായിച്ചപ്പോൾ ഇവൻ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ച, കാരണം കള്ളനായിട്ട് ആരും ജനിക്കുന്നില്ലല്ലോ. അങ്ങനെ ആരും ജനിക്കുന്നില്ല. ഇവൻ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പം യഹൂദന്മാരുടെ പ്രത്യാശയായിട്ട് മശിയ വരുമെന്നും അവൻ രാജ്യത്വം പ്രാപിക്കുമെന്നും ഒക്കെ ഇവൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വേദന വന്നപ്പോൾ ഇവൻ പഴയ സൺഡേ സ്കൂളിലെ ക്ലാസ് ഓർത്തിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണേ, നീ എന്നോടുകൂടെ പ്രതീക്ഷയായിരിക്കും. ബോർഡ് വെച്ചതാരാ? പീലാത്തോസ്. രക്ഷപ്പെട്ടതാരാ? കള്ളൻ. അപ്പം പീലാത്തോസ് വെച്ച ബോർഡ് കണ്ട് ആര് രക്ഷപ്പെട്ടു? കള്ളൻ രക്ഷപ്പെട്ടു, പീലാത്തോസ് എന്തില്ല. പലരുടെ സുവിശേഷവാലി അങ്ങനെയാണ്. അവരുടെ വേറെ നിമിത്തം പലരും എന്ത് ചെയ്യും? രക്ഷപ്പെടും. പക്ഷെ അവരോ നശിച്ചു പോകും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ, അത് ഉപദേശങ്ങളെ കുറിച്ചുള്ള വചനമാണ്. കാരണം അവർ ലോകം മുഴുവൻ വിമാനത്തെ പോയി നേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ആത്മാവ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് പറ്റരുത്. പീലാത്തോസ് ബോർഡ് വെച്ചു, കള്ളൻ രക്ഷപ്പെട്ടു, പീലാത്തോസ് രക്ഷപ്പെട്ടില്ല, അവനാ വെച്ചത്. പക്ഷെ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ വെക്കുന്ന ബോർഡ് ആദ്യം നമ്മളെ രക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ കള്ളന്റെ കാര്യം അതാണ്, ഇവൻ ഇന്ന് എന്നോട് കൂടെ പരദീസല്ല, നീ ഇന്ന് എന്നോട് കൂടെ പരദീസായിരിക്കും. മൂന്നാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കേണ്ട ഈ വാക്യമാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. ഇന്ന് വലിയ വാക്യം അത്. യേശുവിന്റെ സ്നേഹം നമ്മളവിടെ കാണുക. ഒത്തിരി പേര് പറഞ്ഞ യേശുവിന്റെ സ്നേഹം ഇല്ലായിരുന്നു, അഫെക്ഷൻ ഇല്ലായിരുന്നു. യേശുവിന്റെ സ്നേഹം കാണിക്കുകയാണ് അമ്മയോട്. ഒന്നാമത്തെ കൽപ്പന, 10 കൽപ്പനയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പന അതാണ്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പം
അമ്മയെ കരുതുകയാണ്. ചില ആളുകൾക്ക് ഇപ്പൊ ആത്മീയം കൂടി കഴിയുമ്പോൾ അപ്പനില്ല അമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ആത്മീയ ശുശ്രൂഷയ്ക്കിടയ്ക്ക് തന്റെ അമ്മയെ പറ്റി എന്ത് ചെയ്തു? ഓർത്തു. ഇവ ഒത്തിരി പേരും പറഞ്ഞത് മിസ്കോട്ട് ചെയ്യുന്നുണ്ട് വേറെ കാര്യങ്ങളൊക്കെ. യേശു പരസ്യ ശുശ്രൂഷ വെച്ച് ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചു, അതാണ് ഇതാണ്, അമ്മയ്ക്ക് പ്രാധാന്യമില്ല, ഇങ്ങനെയൊക്കെ. ഈ പിന്നെ അമ്മയെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട് ഈ മണർകാടാണ്. മണർകാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിന്റ് മേരീസിന്റെ പേര് വലിയ പള്ളി പെരുന്നാളും എല്ലാം ഉള്ള ഈ സംഭവമൊക്കെ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. കത്തോലിക്കരെ സംബന്ധിച്ച് മറിയം ദൈവമാണ്. എന്നാൽ കത്തോലിക്കരുടെ ഒരു പുസ്തകത്തിലും അവരുടെ ഒരു പിന്നെ ആധികാരിക ഗ്രന്ഥത്തിലും മറിയം ദൈവമാണെന്നൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് മറിയം പിശാചുമാണ്. എന്നാൽ നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഒരു പുസ്തകത്തിലും നമ്മൾ മറിയം പിശാചാന്ന് പറയും. അപ്പം ഒഫീഷ്യലി കത്തോലിക്കര് ദൈവമാണെന്ന് പറയുന്നില്ല, ഒഫീഷ്യലി പെന്തക്കോസ്തുകാർ പിശാചാന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ശരാശരി കത്തോലിക്കനെ സംബന്ധിച്ച് മറിയം ദൈവവുമാണ്, ഒരു ശരാശരി പെന്തക്കോസ്തുകാരനെ സംബന്ധിച്ച് മറിയം പിശാചുമാണ്. അതൊരു വസ്തുത മാത്രമാണ്. എന്നാൽ സത്യത്തിൽ മറിയം ഇത് രണ്ടുമല്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വനിതാരത്നമാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട വേറൊരാളും ലോകത്തില്ല. കാരണം നേരെ പകുതി ആളുകൾ അവരെ ദൈവമായിട്ട് ആസ്വദത്തിൽ അവരതല്ല, ബാക്കി ആളുകൾ മുഴുവൻ അവരെ പിശാചായിട്ട് ആസ്വദത്തിൽ അവരതും. ഞങ്ങളുടെ പള്ളിയുടെ അവിടെ വരുമ്പോൾ 1 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് ഈ ഓർത്തഡോക്സ്, കത്തോലിക്ക, യാക്കോബ അങ്ങനെയുള്ള സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അങ്ങ് ഭക്തിയോടെ ബസ്സലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നെഞ്ചത്തോട്ട് കൈവെക്കുക പള്ളിയോട് അടുക്കുമ്പോഴേ. എന്നിട്ട് ബസ്സൽ ഇറങ്ങുന്നില്ല പോലെ പള്ളിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വണങ്ങിയച്ചങ്ങ് വന്ന് കാണാം. പക്ഷെ പിന്നെ പെന്തക്കോസ്തുകാർ ബസ് ഇരിപ്പുണ്ടെങ്കിൽ പള്ളിയുടെ ഭാഗത്തോട്ട് ബസ് വരുമ്പോഴേ അവന് ഗുരുമുറുക്കാൻ നോക്കി ശവിക്കുക, ശാസിച്ച് ബന്ധിച്ച് വലിച്ചിച്ച് ഇങ്ങനെ തുള്ളി നിന്ന് അങ്ങനെ അതൊരു പാസ് ചെയ്യും. നമ്മൾ അവിടെ ഒന്ന് കാണണം. അപ്പൊ അവന് കാരണം അവൻ പൈശാചിക മണ്ഡലത്തോടെ അവൻ പ്രവേശിക്കാന്ന് പറയും. മറിയത്തെയൊക്കെ പിന്നെ പുറത്താക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂതമാണെന്ന് പറഞ്ഞു. നീ ആരാണ്? ഞാൻ മറിയമാണ്. മറിയത്തെ ശാസിച്ച് പുറത്താക്കുന്നു. അപ്പൊ എന്നോട് ആലോചിച്ചു മറിയം ഭൂതമാണ്. ഞാൻ എനിക്കറിയത്തില്ല മറിയം ഭൂതമാണ്, മറിയത്തെ ആണ് ശാസിച്ച്. ഈ അടുത്ത കാലത്ത് ഒരുത്തൻ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അവനെ ശുശ്രൂഷിച്ചെടുത്ത് ഭൂതം ഇളകി ഭൂതത്തോട് നീ ആരാന്ന് ചോദിച്ചോ പറഞ്ഞു ഞാൻ ഭാഷ കേയ്യബ്രാം. 12 സംഭവം. അവിടുന്ന് അവൻ എന്നെ ഫോൺ വിളിച്ചു ഇടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞു ഏയ്യബ്രാം വെളിപ്പെട്ടു. ഞാൻ ചുമ്മാ ഓടാന്ന് പറഞ്ഞു. പിശാജ് നുണ പറയുന്ന പിശാജ് എന്ത് ചെയ്യുന്നു? നുണ പറയുന്നു. അതായത് കെ അബ്രാമും വെളിപ്പെടുന്നില്ല, ഗീവറിസയും വെളിപ്പെടുന്നില്ല, മറിയവും വെളിപ്പെടുന്നില്ല. ഇതൊക്കെ പിശാജ് എന്ത് ചെയ്യുന്ന? അവൻ ആദ്യം മുതൽ നുണയനാണ്. അതുകൊണ്ടാണ് യേശു അവനെ ഒന്നും എന്ത് ചെയ്യാൻ സംസാരിക്കാൻ സമ്മതിക്കാൻ. യേശു ഒരു ഭൂതത്തെ കൊണ്ട് എന്ത് ചെയ്തില്ല, സംസാരിച്ചില്ല. ഭൂതമല്ല സംസാരിക്കേണ്ടത്, നമ്മളാ സംസാരിക്കേണ്ടത്. ഭൂതത്തെ പുറത്താക്കുക. ഭൂതത്തോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഭൂതം സത്യം പറയൂ. ഭൂതം നുണയല്ലേ പറയുള്ളൂ. ഭൂതം അവരാ ഇവരാന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഉറപ്പാണ്ട് അവർ വന്നു ഇവർ വന്നു. അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം. മറിയം ഭൂതവും അല്ല, മറിയം പിശാചും അല്ല, മറിയം ദൈവവും അല്ല. നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. മറിയം പിശാചും അല്ല, രണ്ടും തെറ്റാണ്. രണ്ടും തെറ്റാണ്. മറിയം പിശാചാന്ന് പറയുന്നത് തെറ്റ്, ദൈവമാണെന്ന് പറയുന്നത് അതിലും തെറ്റ്. യേശുക്രിസ്തുവിന് വേദപുസ്തകത്തിൽ എന്തെല്ലാം വിശേഷണം കൊടുത്തിട്ടുണ്ടോ ആ വിശേഷണം മുഴുവൻ കത്തോലിക്കര്, യാക്കോബക്കാര്, ഓർത്തഡോക്സുകാര് മറിയത്തിന് കൊടുത്തിട്ടുണ്ട്. മറിയത്തോടുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുന്നു. ഞാനത് കഴിഞ്ഞ് വേദപുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി ബൈബിളിൽ യേശുവിന് കൊടുത്തിരിക്കുന്ന എല്ലാ വിശേഷണമാണ് അവരെന്ത് ചെയ്തത്. ഉദയനക്ഷത്രമായ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, സ്വർഗത്തിലേക്ക് പോകുന്ന ഗോവണിയായ മാതാവ്, ഇതൊന്നും മറിയമല്ല. പക്ഷെ അങ്ങനെ വിശേഷണങ്ങളെ ആരോപിച്ച് അവർ മറിയത്തെ ദൈവമാക്കുന്നു. ഇപ്പുറത്ത് കുറെ പേര് അവരെ പിശാചാക്കുന്നു. അവർ ദൈവവുമല്ല പിശാചുമല്ല, അവർ യേശുവിനെ പ്രസവിച്ച ഒരു മനുഷ്യ സ്ത്രീയാണ്. നമ്മൾ ആ ഒരു മര്യാദ കൊടുക്കുക. ഒരു വെണ്ടൽ ഭരണികൊണ്ട് സുഗന്ധതൈലം പൊട്ടിച്ച ആ സ്ത്രീയെ കുറിച്ച് യേശു പറഞ്ഞത് സുവിശേഷ ലോകത്തിൽ പ്രസംഗിക്കുന്നിടത്തോളം കാലം ഇവരുടെ ഈ ചെയ്തത് എന്ത് ചെയ്യും? പ്രസംഗിക്കപ്പെടും. അപ്പൊ സ്വന്തം ജീവമാണെന്ന് പറഞ്ഞ് തന്നെ എന്ത് ചെയ്യണം? ഈ മറിയ ഉടച്ചു കളയുകയാണ്. അപ്പൊ അവളെ പറ്റി നമ്മളൊന്ന് പ്രസംഗിക്കുന്നുണ്ടോ, ഒന്ന് ഓർക്കുന്നുണ്ടോ, ഒന്നും ഒരു തെറ്റുമില്ല. കണ്ടാലും ഇത് മുതൽ സകല തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പരിശുദ്ധാത്മാവിൽ മറിയം പറഞ്ഞു, വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ട് മറിയം ഭാഗ്യവതിയെ. ക്രൂശിന്റെ ചോട്ടിലോട്ട് നോക്കുമ്പോൾ അവിടെ 3 മറിയം ഒരു യോഹന്നാൻ വന്നിരിക്കുന്നു. 4 പേരേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. അപ്പം തിന്നോരോ അവിടെ ഉണ്ടെങ്കിൽ ഒരു വലിയ ക്രൂസറിനുള്ള ആളുണ്ട്. കുഷ്ഠരോഗം മാറിയവർ മാത്രം വന്ന് നിന്ന് ഓരോ ഒന്ന് ആഞ്ഞു തുമ്പിയായി പട്ടാളക്കാർ തെറിച്ചു. അപ്പൊ കുഷ്ഠം മാറിയവനില്ല, അപ്പം തിന്നവനില്ല, കണ്ണ് തുറന്നവനില്ല, തളവാദം മാറിയവനില്ല, ചത്തട്ട് എഴുന്നേറ്റ് 3 പേരുണ്ട്. അവന്മാർ 3 പേര് ആഞ്ഞുന്തിയാലും മതിയല്ല, അവരും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവരാരും ഇല്ല ഇല്ലേ. 3 പേരെ ഉയർത്തുന്ന എഴുതിയിരിക്കുന്നത്, വേറെ ഉയർത്ത് കാണും, പക്ഷേ ഒറ്റ മനുഷ്യനില്ല.
അപ്പൊ മറിയത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറിയം യേശുവിന്റെ ശുശ്രൂഷ ഒരിക്കലും പരസ്യമായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് കാണാം, എങ്കിലും എപ്പോഴും പശ്ചാത്തലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ സൈലന്റ് ആയിട്ട് നിന്ന മറിയം ഈ ക്രൂശിന്റെ ആ സന്നിഗ്ധ ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? പരസ്യമായിട്ട് വന്ന് ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഇവരെക്കാളൊക്കെ ധൈര്യമുള്ള ആളാണ്. നമുക്കറിയാം, യേശു ക്രൂശിക്കപ്പെട്ടപ്പം രഹസ്യത്തിൽ നിന്ന നിക്കോദിമോസ്, രഹസ്യത്തിൽ നിന്ന അരിമത്തിയിലെ യോസഫ്, അത്ര പരസ്യമായിട്ട് വരാഞ്ഞ യേശുവിന്റെ അമ്മ മറിയ, ഈ 3 പേര് പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന സമയമാണ് ക്രൂശീകരണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ അരിമത്തിയിലെ യോസഫ് ഇങ്ങനെ വന്ന ശവമൊക്കെ ചോദിക്കും. നിങ്ങൾ അതെല്ലാം ഭാവനെ കണ്ടു നോക്കണം. ഞാൻ ഈ യാക്കോബായിലായിരുന്നോണ്ട് അവരിങ്ങനെ ഇത് പറയും, ഇതെല്ലാം ഇങ്ങനെ ചിത്രീകരണമാണ്. ഈ പള്ളി ചെല്ലുമ്പോൾ ഇങ്ങനെ പാടുന്നത്, അരിമത്യാ നാട്ടിൽ ധാർമ്മികനായി വാണ യോസേഫ് എന്നോരു മാനവനേകൻ മശിഹാതൻ ഗാത്രം. അത് ഈ മശിഹായുടെ ഗാത്രം ചോദിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ അടുത്ത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ കുഞ്ഞിലോട്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ യോസഫ് പോകുന്നതും ചെന്ന് ചോദിക്കുന്നതും. പീലാത്തോസിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ യോസഫ് പറയുന്നു, അവനെ യൂതന്മാർ തരുവിന്മേൽ തൂക്കി ഞാൻ ആമോദിപ്പാൻ അവനെ നൽകാ, എനിക്ക് അവന്റെ ശവം വേണമെന്നൊക്കെ ചോദിക്കുന്നത്. ഈ രഹസ്യ ശിഷ്യന്മാരെല്ലാം എന്തായി വരികയാണ്? പരസ്യ ശിഷ്യന്മാരായി. അപ്പൊ ആ ക്രൂശിന്റെ സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മുടെ ശരിക്കുള്ള വിശ്വാസമൊക്കെ ഒന്ന് വെളിപ്പെടുന്നത്. അതൊരു വലിയ കാര്യമാണ്. നമ്മളെങ്ങനെ ഇരിക്കും, ആരൊക്കെ വെളിപ്പെടും, ആരൊക്കെ മറഞ്ഞു പോകുന്നുള്ളത് അറിയണം. അപ്പം യേശു അമ്മയെ ഓർത്തു, ഈ മദേഴ്സ് ഡേയിൽ ആ വാക്യം ഓർത്തു. 3 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. 4ാമത്തെ വാക്യം, ഇപ്പൊ 7 മൊഴികൾ യേശു പറഞ്ഞതില് ആദ്യത്തെ 3 മൊഴികളും അവസാനത്തെ 3 മൊഴികളും, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ആദ്യത്തെ 3 മൊഴികൾ ഇരുട്ടുണ്ടാകുന്നതിന് മുൻപാണ് പറഞ്ഞത്. അവസാനത്തെ 3 മൊഴികൾ ഇരുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. പക്ഷെ 4ാമത്തെ മൊഴി, കൃത്യം നടുക്കുള്ള മൊഴി യേശു പറഞ്ഞ എവിടെ വെച്ചാണെന്നറിയോ? ഇരുട്ടിൽ വെച്ചാണ് പറഞ്ഞത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അത് ആ അന്ധകാരത്തിലാണ് യേശു വിളിച്ചു പറയുന്നത്. ഇപ്പൊ ആദ്യം പറഞ്ഞ 3 മൊഴി അന്ധകാരത്തിന് മുമ്പും അവസാനത്തെ 3 മൊഴി അന്ധകാരത്തിന് ശേഷവും പറഞ്ഞു. പക്ഷെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് എന്തെന്നുള്ള ആ മൊഴി യേശു അന്ധകാരത്തിൽ വെച്ച് പറഞ്ഞു. ഇനി 7 മൊഴികളിൽ 3 മൊഴികൾ യേശു മനുഷ്യരോട് പറഞ്ഞു, 3 മൊഴികൾ ദൈവത്തോട് പറഞ്ഞു. 1 മൊഴി ആരോട് പറഞ്ഞു? മനുഷ്യരോട് പറഞ്ഞ ഏതൊക്കെയാണെന്നറിയോ? മനുഷ്യരോട് പറഞ്ഞത്, നീ എന്നോട് കൂടി പ്രതീക്ഷയിലിരിക്കും എന്നുള്ളത് മനുഷ്യനോടാ പറഞ്ഞത്. ഇതാ നിന്റെ അമ്മ എന്നുള്ളതും മനുഷ്യനോടാണ് പറഞ്ഞത്. ഒരെണ്ണം കൂടെ ഉണ്ട് മനുഷ്യനോട് പറഞ്ഞത്, ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ദൈവത്തോട് പറഞ്ഞു, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ, എന്റെ ആത്മാവിനെ ഞാനിതാ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പി. ദൈവത്തോട് മനുഷ്യനോടും അല്ലാതെ യേശു പറഞ്ഞ വാക്യം ഇതാണ്, ടെട്ടലസ്റ്റായി സകലവും നിവൃത്തിയായി. യേശു പ്രഖ്യാപിക്കുകയാണ്, ഈ ക്രൂശീകരണത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും നിവൃത്തിയായി. ഇതാണ് 7 മൊഴികൾ. അപ്പൊ യേശു പിന്നെ പറയുന്നതാണ്, പിതാവേ എന്റെ ആത്മാവിനെ തിരിക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. അത് ഫൈനലായിട്ട് പറയുന്നത്, ലാസ്റ്റ് പറയുന്നത്. ഈ ഇടയ്ക്ക് പറയുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ട് കളഞ്ഞത്? അവൻ പൂർണ്ണമായും മനുഷ്യനായിട്ട് നിലവിളിക്കുകയാണ്. ആ ഇരുട്ട് കഴിയുമ്പോൾ ആ പിതാവ് പിന്നെയും ആരിലേക്ക് തിരിഞ്ഞു വരികയാണ്? യേശുവിലേക്ക് തിരിഞ്ഞു വരികയാണ്. അല്പസമയത്തേക്ക് മുഖം മറച്ചു, ഞാൻ പരിഭ്രമിച്ചു. പിന്നെ അവൻ വീണ്ടും തിരിച്ചു വരികയാണ്. പിന്നെ അവൻ പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം ഇരുട്ടിൽ വെച്ച് യേശു എന്ത് ചെയ്യുന്നുണ്ട്? നീ എന്നെ കൈവിട്ടോ എന്തെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇരുട്ട് മാറി കഴിയുമ്പോൾ പിന്നെയും യേശു എന്ത് ചെയ്യാണ്? പിതാവിനോട് സംസാരിക്കാം. അപ്പോൾ എപ്പോഴും അങ്ങ് കൈവിട്ട് കാണാൻ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. പിന്നെ വന്നിട്ട് പിന്നെ പറയുന്നത്, പിതാവ് എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ പിതാവ് എന്നുള്ള വിളിക്കുന്ന എത്ര ഇതാണ്. കാരണം യോഹന്നാൻ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന്റെ ആ ക്രൂശീകരണത്തിന് മുമ്പുള്ള ദീർഘമായ പ്രഭാഷണമാണ് യോഹന്നാൻ 14, 15, 16 3 അധ്യായങ്ങളിൽ കാണുന്നത്. 3 അധ്യായങ്ങളിൽ യേശുവിന്റെ പ്രഭാഷണം കഴിയുമ്പോൾ 17ാമത്തെ അധ്യായത്തിൽ യേശു എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14, 15, 16 ഈ 3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് 45 പ്രാവശ്യമാണ് യേശു പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 45 പ്രാവശ്യം 3 അധ്യായത്തിൽ.
യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൽ യേശുവിന്റെ പ്രാർത്ഥനയിൽ യേശു 6 പ്രാവശ്യം പിതാവിനെ കുറിച്ച് പരാമർശിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അത്രയും പ്രാർത്ഥന, പിതാവിനെ ഒരിക്കലും തനിച്ചു വിടുകയില്ല. അത്ര ബന്ധമാണ് യേശു പരസ്യ ശുശ്രൂഷ മുഴുവൻ വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം മുറിയുമ്പോഴാണ് യേശു ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. അവസാനത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് യേശു പറയുന്നത്, പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 16:22 വായിക്കാം. സംഖ്യാപുസ്തകം 16:22. അപ്പോൾ അവൻ വീണു, സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ. മതി മതി. ഈ സക്കറിയ പ്രവചനം 12:1 വായിക്കാം. സക്കറിയ പ്രവചനം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. 12:1. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മതി. മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ച യഹോവ. അപ്പൊ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചത് സകല ആത്മാക്കളുടെയും ഉടയവനായ ദൈവം. അപ്പൊ യേശു ഇപ്പൊ തന്റെ ആത്മാവിനെ എന്ത് ചെയ്യാണ്? പിതാവിനെ ഏൽപ്പിക്കുകയാണ്. ആത്മാവിന്റെ ഉടയവനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട. ഒന്നാമത് ദൈവം ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തു? പുനഃസ്ഥാപിച്ചു. കാരണം ആ പരസ്യ ശുശ്രൂഷ മുഴുവൻ യേശു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ആ ഇരുട്ട് വന്നപ്പോൾ മുറിഞ്ഞു പോയത്. ഇത് നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിന്റെ റേഞ്ച് പോയി. അതുപോലെ യേശു നിരന്തരമായി പിതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കമ്മ്യൂണിക്കേഷൻ ആ ഇരുട്ട് വന്ന് വീണു, അത് മുറിഞ്ഞു. അപ്പോഴാണ് നിലവിളിച്ചത്, ദൈവമേ നീ എന്നെ കൈവിട്ടത്. പക്ഷെ ഇപ്പോ ആ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പിന്നെ റേഞ്ച് വന്നിരിക്കും, പിന്നെ റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇപ്പൊ യേശു ആ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിച്ചു. നമ്മൾ അവസാനത്തെ യേശുവിന്റെ മൊഴി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ പിതാവും പുത്രനായിട്ടുള്ള ബന്ധം പിന്നെ എന്ത് ചെയ്തു? പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ദൈവമേ എന്റെ ആത്മാവിന്റെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അത് പുനഃസ്ഥാപിക്കപ്പെട്ട ആ ബന്ധം. രണ്ടാമതായിട്ട് അതൊരു ഭയങ്കരമായ വൈരുദ്ധ്യം നമുക്ക് കാണാം. കാരണം യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ അധർമ്മികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടും, പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ തറച്ചു കൊല്ലും. ഇതെല്ലാം യേശു പറഞ്ഞിട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി പഠിക്കുമ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട്, അവർ അവനെ തറച്ചു കൊന്നു, അവൻ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കലും യേശുവിനെ പിടിച്ചു ക്രൂശിച്ചല്ല, യേശു എന്ത് ചെയ്തതാണ്? ഏൽപ്പിച്ചു കൊടുത്താണ്. അപ്പൊ യേശു ഏൽപ്പിച്ചു കൊടുത്ത ആരുടെ കയ്യിലാണ്? അധർമ്മികളുടെ കയ്യിൽ, പാപികളുടെ കയ്യിൽ, മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ യേശു മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച എന്താണ്? തന്റെ ശരീരമാണ് ഏൽപ്പിച്ചു. പക്ഷെ ഇപ്പൊ ആത്മാവിനെ യേശു ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്? ദൈവത്തിന്റെ കയ്യിലാണ്. ഒരിക്കലും അത് മനുഷ്യന്റെ കയ്യിലല്ല ഏൽപ്പിച്ചത്. നമ്മൾ അത് രണ്ടും മനസ്സിലാക്കുക. അപ്പം ശരീരം മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അതെന്തായി തീർന്നു? അത് അപമാനമായി തീർന്നു, അത് നിന്ദയായി തീർന്നു, അത് പരിഹാസ വിഷയമായി തീർന്നു, അത് അടിച്ചു, മുറിവേൽപ്പിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നൊക്കെ എന്തായി പോകും? നിന്ദയായി പോകും, അപമാനമായി പോകും. നമ്മളെ എല്ലാ കാര്യം അതാണ് മനുഷ്യർ. പക്ഷെ യേശു ഇപ്പൊ ആത്മാവിനെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്? സെക്കൻഡ് സ്റ്റേജ്, പിതാവേ ഇതാ എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നോക്ക, എറ്റേണൽ സെക്യൂരിറ്റിയിലേക്ക്, നിത്യമായിരിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ സ്ഥാനത്തേക്ക് യേശു തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുക. അവിടെ ഗ്ലോറി വെളിപ്പെടുകയാണ്, മഹത്വം വെളിപ്പെടുകയാണ്. അവർ മനുഷ്യൻ എന്തെല്ലാം നിന്ദയാക്കി മാറ്റിയോ ആ നിന്ദകളെ മുഴുവൻ ഇപ്പോ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ അത് മഹത്വം അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നിന്നയാക്കിയ സകല മേഖലകളിലെയും നിന്ന അങ്ങോട്ട് മാറിയിട്ട് അവന്റെ ശരീരം എന്ത് ചെയ്യാണ്? ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഒരു 40 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നേരെ സ്വർഗത്തിലേക്ക് പോയിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, ഏറ്റവും ഉയർത്തപ്പെടുകയാണ്. സകല നാമത്തിനും മീതെയുള്ള നാമത്തെ അവന് നൽകുകയാണ്. എല്ലാ നാമത്തിനും മീതെയുള്ള നാമമായി യേശു സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് ആ ഉയർത്തപ്പെടുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? തന്റെ ആത്മാവിനെ യേശു പിതാവിനെ ഏൽപ്പിച്ചു.
അപ്പൊ ഈ പിതാവിനെ ഏൽപ്പിക്കുന്ന എല്ലാം എന്തായി മാറും? ഗ്ലോറിയായി മാറും, മഹത്വമായി മാറും. അതുകൊണ്ടാണ് യേശു പറയുന്നത് ആ മഹത്വം പിന്നെയും വെളിപ്പെടണം. യേശു പ്രാർത്ഥിക്കുമ്പോൾ അതേ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ് പിതാവിനെ ഏൽപ്പിച്ചത്. നിങ്ങൾ എത്ര പേര് നിങ്ങളെ ദൈവത്തെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? നമുക്കുള്ളതിനെ ദൈവത്തെ ഏൽപ്പിക്കുക. ആ ബാലന 5 അപ്പവും 2 മീനും യേശുവിനെ ഏൽപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കും. പക്ഷെ യേശു പിതാവിന്റെ കയ്യിലേക്ക് തന്റെ ആത്മാവ് ഏൽപ്പിച്ചു. മൂന്നാമതായിട്ട് പരിപൂർണമായ സമർപ്പണം അവിടെയാണ് കാണുന്നത്. നാലാമതായിട്ട് യേശുവിന്റെ അതുല്യത, നിസ്തുല്യത നമ്മൾ കാണുന്നു. യേശുവിന്റെ നിസ്തുല്യത എന്താണ്? യേശുവിന്റെ നിസ്തുല്യത ഈ അവസാനത്തെ മൊഴി യേശു പറയുമ്പോൾ നമ്മൾ യേശുവിന്റെ യുണീക്ക്നെസ് അവിടെ കാണുന്നുണ്ട്. നിസ്തുല്യത എന്താണത്? ആർക്കെങ്കിലും പറയാമോ എന്താണ് നിസ്തുല്യത? കാരണം അവൻ ചുമ്മാ മരിക്കുകയല്ല, അവൻ മരിക്കുന്ന സമയത്തും എന്ത് ചെയ്യാണ്? തന്റെ ആത്മാവിനെ ഏൽപ്പിക്കുക. അങ്ങനെ ആരും മരിച്ചിട്ടില്ല. എല്ലാവരും അങ്ങ് മരിക്കുന്നുള്ളൂ. വളരെ പ്രസിദ്ധരായ ആളുകൾ പോലും അങ്ങ് മരിച്ചുപോയി എന്നുള്ളതല്ലാതെ ആ മരണത്തിന്റെ മേലുള്ള കൺട്രോൾ നോക്ക്. അവൻ തന്റെ ആത്മാവിനെ തക്ക സമയത്ത് ആരെ ഏൽപ്പിക്കുകയാണ്? പിതാവ് ഏൽപ്പിക്കുകയാണ്, വീണ്ടും തിരികെ പ്രാപിക്കാൻ വേണ്ടി. അത് ലോകത്ത് അങ്ങനെ മരിച്ച കാര്യമില്ല. യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. വീണ്ടും പ്രാപിക്കാൻ വേണ്ടി അവൻ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു. നിത്യ സുരക്ഷിതത്തിന്റെ സ്ഥലത്തേക്ക്, ദൈവമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ കൂട്ടായ്മയിലേക്ക്, ഹൃദയത്തിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്ക്. മനുഷ്യ ഹൃദയത്തിന്റെ യഥാർത്ഥ സ്വർഗം എവിടെയാണ്? യഥാർത്ഥ സ്വർഗം അത് പിതാവിന്റെ കരങ്ങളാണ്. ആ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വർഗത്തിന്റെ അനുഭവം അവിടെയാണ്. നമ്മളെ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എത്ര പേര് ഏൽപ്പിക്കും? എന്റെ ആത്മാവിനെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കും. മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന എല്ലാം നിന്ദയായും നഷ്ടമായും കോട്ടമായും തകർച്ചയായും അപമാനമായും മനുഷ്യൻ മാറ്റിക്കളയും. ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമയം അധികം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യരെ ഏൽപ്പിച്ചെല്ലാം നഷ്ടമായി പോയി. നമ്മളാ യേശുവിന്റെ ജീവിതത്തിലൂടെ നോക്കി നമ്മൾ കാണുന്നതാണ്. യേശുവിന്റെ ശരീരം പോലും ഈ ലോകം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവത്തെ ഏൽപ്പിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം.